നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ PSCയിൽ ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ്റെ കോഴ്സ് ഉണ്ട്, ലൈൻമാൻ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്കിൽഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോസ്റ്റിനുള്ള സിലബസ്, എക്സാമിനുള്ള സിലബസ് എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ആ സിലബസിന്റെ ക്ലാസ്സസ് ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിന്റെ പോർഷൻസ് ആണ് ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇലക്ട്രോണിക്സ് ആണ് ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തക്കതായിട്ട് അതിനു വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അറിയാം. നമ്മുടെ ഈ ഈ ഒരു സെക്ഷൻ ഇലക്ട്രീഷ്യന്റെ ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞ സിലബസ് പ്രകാരം ജസ്റ്റ് ഒരു 60 മണിക്കൂർ ക്ലാസ്സിന്റെ ആവശ്യമേ വരുന്നുള്ളൂ. പക്ഷെ നമ്മളിവിടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു 100 അവർ ക്ലാസ്സസ് ആണ് നമ്മൾ ഇവിടുന്ന് എഞ്ചിനീയറിംഗ് PSC പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 60 അവറിന്റെ ഈ പറഞ്ഞ തിയറി സെക്ഷൻസ് മൊത്തം, ബാക്കി 40 അവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് റിവൈസ് ചെയ്യാണ്, റിവിഷന് വേണ്ടിയാണ് 40 അവേഴ്സ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തന്നെ ഇലക്ട്രോണിക്സിന്റെ പോർഷൻസ് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം തന്നെ വളരെ ബേസിക് ലെവലിൽ നിന്നാണ് നമുക്ക് പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മൾ ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഈ +2 പഠിച്ചിട്ടുള്ള പോലെ തന്നെ നമ്മളൊരു ഇലക്ട്രോൺ എന്താണ്, ഒരു ആറ്റം എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന്റെ ചുറ്റും ഇലക്ട്രോൺസ് പല എനർജിയിൽ നിന്ന് ഫ്ലോ നടക്കുന്നത്, ഇങ്ങനെയുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ബേസിക് ലെവലിൽ തന്നെയാണ് പഠിച്ചു തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമുക്കിതിൽ ഇലക്ട്രോൺസിൽ നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. Classification of materials എന്ന് പറയുമ്പോൾ മെറ്റീരിയൽസ് നമ്മൾ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? 1 കണ്ടക്ടേഴ്സ്, 2 സെമി കണ്ടക്ടേഴ്സ്, 3 ഇൻസുലേറ്റേഴ്സ്. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ മെറ്റീരിയൽസിന് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? മെറ്റീരിയൽസ് നമ്മൾ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്ന് വരുന്നത് കണ്ടക്ടർ, പിന്നെ സെമി കണ്ടക്ടർ, പിന്നെ ഇൻസുലേറ്റർ. അപ്പോൾ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പറഞ്ഞേക്കുന്നത്. കണ്ടക്ടർ ആണോ, സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതായത് കണ്ടക്ട് ചെയ്യാനുള്ള അതിന്റെ കഴിവിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് പറയുന്നു? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. അതേപോലെ കറണ്ട് കടത്തിവിടുന്നില്ല, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല, വളരെ കുറവ് അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമ്മൾ പറയുന്ന പേരെന്താണ്? ഇൻസുലേറ്റേഴ്സ് എന്നും പറയുന്നു. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും നടുക്ക് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇലക്ട്രോണിക്സിന്റെ ഈ ഫീൽഡ് വെച്ചിട്ട് ഭയങ്കര ഏറ്റവും അഡ്വാൻസ് ആയിട്ട് എന്താ പറയുക, കുറെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫീൽഡാണ് സെമി കണ്ടക്ടറിനെ ബേസ് ചെയ്തിട്ട് VLSI എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സിനേക്കാളും ഇൻസുലേറ്ററിനേക്കാളും നടുക്കായിട്ട് നിൽക്കുന്ന ഒരു സാധനമാണ്. കുറച്ച് കണ്ടക്ടിവിറ്റി എന്ന് പറയാം, നമുക്ക് വേണമെങ്കിൽ കുറച്ച് കണ്ടക്ടിവിറ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് പറയാം? സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു കുറച്ച് എനർജി ലെവൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിന്റെ മെയിൻ ആയിട്ട് നമുക്ക് പറയുന്നതാണ്, നമ്മളിപ്പോ എനർജി ലെവൽ വെച്ചെടുക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, മെറ്റീരിയലിന്റെ ഉള്ളിൽ ഒരു കണ്ടക്ഷൻ ബാൻഡ് CB എന്ന് പറയുന്നത്. ഇവിടെ താഴെ എന്താണ്, ഒരു വാലൻസ് ബാൻഡ് ഉണ്ടെന്ന് വിചാരിക്കേ. ഓക്കെ, വാലൻസ് ബാൻഡും ഉണ്ട്. അപ്പൊ ഇതെന്തായിരുന്നടാ? കണ്ടക്ഷൻ ബാൻഡ്. ഇതെന്താണ്? വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എനർജി ലെവൽ. ഒരു എനർജി ലെവലിൽ വാലൻസ് ഇലക്ട്രോൺസ് എവിടെയാണോ വന്നിരിക്കുന്നത്, അതിന്റെ മാക്സിമം എനർജി എത്രയാണോ ആ എനർജിനെ നമ്മൾ പറയുന്നതാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്.
ഈ കണ്ടക്ഷൻ ഉണ്ടാക്കുന്ന ഇലക്ട്രോൺസ് എവിടെയാണോ വന്നിരിക്കുന്നത് അതിന്റെ ആ എനർജി ലെവലില്ലേ, ആ എനർജി ലെവലിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ്, നമ്മളിപ്പോ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് വളരെ അകലെയാണ് ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പൊ ന്യൂക്ലിയസ് അതിനെ ബൈൻഡ് ചെയ്യണ എനർജി സെൻട്രലിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയല്ല, ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിനെ സെൻട്രലിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയാ, ഈ ഓർബിറ്റ് അകലേക്ക് പോകും തോറും ഈ ഏറ്റവും അറ്റത്തുള്ള ഓർബിറ്റിലുള്ള ഇലക്ട്രോണ് കുറവ് ബൈൻഡിങ് എനർജി ആയിരിക്കും. അപ്പോൾ ആ ഇലക്ട്രോണ് ഇവിടെ നിന്ന് വിട്ട് പുറത്തേക്ക് പോകാൻ, ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് പോകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമ്മുടെ കണ്ടക്ഷൻ നടന്നു എന്ന് പറയുന്നത്? കണ്ടക്ഷൻ നടന്നു എന്ന് പറയുന്നത് നമ്മുടെ വാലൻസ് ബാൻഡിൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവും. വാലൻസ് ബാൻഡിൽ ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇവിടെയുള്ള ഇലക്ട്രോൺസ് എനർജി കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എനർജി കിട്ടിക്കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെയുള്ള ഇലക്ട്രോൺസിന് നേരെ ഇവിടേക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ പോകാൻ സാധിച്ചു എന്ന് വെച്ചാലാണ് അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ നടന്നു എന്ന് പറയുന്നത്. ഓക്കെ, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എവിടേക്ക് പോയിടാ? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോയി. ഓക്കെ, ഇത്ര മനസ്സിലായി. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലെ? ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുന്നത് എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് EG എന്ന് നമ്മൾ പറയും. EG എന്ന് വെച്ചാല് എനർജി ഗ്യാപ്പ് ആണ് വരുന്നത്. ഓക്കെ, എനർജി ഗ്യാപ്പ് ആണ് വരുന്നത്. ഇത്ര ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി കണ്ടക്ടേഴ്സിന്റെ കേസ് എടുത്ത് നോക്കാം. കണ്ടക്ടേഴ്സിന്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാല്, കണ്ടക്ടേഴ്സിന്റെ കേസിൽ കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡും ഉണ്ട്. ഓക്കെ, ഇത് കണ്ടക്ഷൻ ബാൻഡ് ആണ് കാണിക്കുന്നത്. ഇത് കണ്ടക്ഷൻ ബാൻഡ്, ഈ ബ്ലാക്ക് മാർക്കോട് കൂടി മെൻഷൻ ചെയ്തിട്ടുള്ളത് മൊത്തം എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് ആണ്. ഇവിടെ ഗ്രീൻ കളറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് മൊത്തം എന്താണ്? വാലൻസ് ബാൻഡ് ആണ്. അപ്പൊ ഇവിടെ എന്തൊക്കെയുള്ള CBയും ഉണ്ട്, VBയും ഉണ്ട്. CB എന്ന് വെച്ചാൽ കണ്ടക്ഷൻ ബാൻഡ്, VB എന്ന് വെച്ചാൽ വാലൻസ് ബാൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ് അല്ലെ? ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? ഓവർലാപ്പ് നടന്നിരിക്കുകയാണ്. അപ്പൊ ഓവർലാപ്പ് നടന്നപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഇതിന്റെ ഇടയിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. എനർജി ഗ്യാപ്പ് EG = 0. അപ്പൊ എനർജി ഗ്യാപ്പ് 0 ആണ്. ഇവിടുത്തെ രണ്ടും ഓവർലാപ്പ് ആയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചാല് ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിൽ പോകാൻ പ്രത്യേകിച്ച് എനർജിയുടെ ആവശ്യമൊന്നുമില്ല അല്ലെ? ഈ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് സുഖമായിട്ട് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസിന് നമ്മൾ പറയുന്നതാണ് കണ്ടക്ടേഴ്സ്. എന്താണ് കണ്ടക്ടേഴ്സ് മനസ്സിലായില്ലേ? കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെയധികം കൂടുതലുള്ള മെറ്റീരിയൽസിനെ നമ്മൾ പറയുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ എന്താണ്? കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അവിടെ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് സുഖമായി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ് പെട്ടെന്ന് നടക്കും, ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് പെട്ടെന്ന് നടക്കും. അത്തരം മെറ്റീരിയൽസ് നമ്മൾ പറയുന്നതാണ് കണ്ടക്ടേഴ്സ് എന്ന്. അടുത്തത് നമുക്ക് നോക്കാം ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വളരെ കുറവുള്ളത് അല്ലെങ്കിൽ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഇല്ല, അങ്ങനത്തെ മെറ്റീരിയലിനെ നമ്മൾ പറയുന്നതാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെയിം തിയറി വെച്ച് നമ്മൾ പറയുന്നത് വെച്ചാൽ എങ്ങനെയായിരിക്കും? നമുക്കൊരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലെ? ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, അതിനെ CB എന്ന് വിളിച്ചു. വേറൊരു വാലൻസ് ബാൻഡ് ഉണ്ട്, അതിനെ നമ്മൾ VB എന്ന് വിളിച്ചു. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ്, ഡിസ്റ്റൻസ്, എനർജി ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേര് എന്താണ്? എനർജി ഗ്യാപ്പ് അല്ലെ? എനർജി ഗ്യാപ്പ് EG എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ എനർജി ഗ്യാപ്പ് EG എന്ന് പറയും. ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഓക്കെ, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇൻസുലേറ്റേഴ്സ് കേസിൽ. അപ്പൊ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ, അത് 10 ഇലക്ട്രോൺ വോൾട്ട് ആവാം, 15 ഇലക്ട്രോൺ വോൾട്ട് ആവാം, എത്ര വേണമെങ്കിലും ആവാം. ആ
എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ വാലൻസ് ബാൻഡിലുള്ള ഒരു ഇലക്ട്രോണ് കണ്ടക്ഷൻ ബാൻഡിൽ എത്തണമെങ്കിൽ വളരെ അധികം എനർജി ആവശ്യമാണ്. അത് പോസിബിൾ ആവാനുള്ള സിറ്റുവേഷൻ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റുമോ? ഇത്ര എനർജി കിട്ടിയാലേ കണ്ടക്ഷൻ ബാൻഡിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇല്ല അല്ലെ. ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിയാലല്ലേ നമുക്ക് ഈ പറഞ്ഞ കണ്ടക്ഷൻ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല. അത്തരം മെറ്റീരിയൽസിന് നമ്മൾ പറയുന്നത് എന്താണ്? ഇൻസുലേറ്റർ എന്ന് പറയുന്നു. അത്തരം മെറ്റീരിയൽസിന് നമ്മൾ പറയുന്നതാണ് ഇൻസുലേറ്റർ. നമുക്ക് ഇതേപോലെ തന്നെ അടുത്തൊരു മെറ്റീരിയലാണ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. നമുക്ക് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ കണ്ടക്ഷൻ ബാൻഡ് ആണ്, ഇതിന് താഴെ വാലൻസ് ബാൻഡും വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്, എനർജി ഗ്യാപ്പ്. നമ്മൾ ഇജിയും വരച്ചു. പക്ഷെ ഈ ഇജി എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 4 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ ഇതില് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, എനർജി ബാൻഡ് ലെസ് ദാൻ 4 ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ എനർജി കിട്ടിക്കഴിഞ്ഞാൽ എവിടേക്ക് പോകാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാൻ പറ്റും. അത്തരം മെറ്റീരിയൽസിന് നമ്മൾ പറയുന്ന പേരാണ് സെമി കണ്ടക്ടേഴ്സ്. അത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, കണ്ടക്ടറുമായിട്ട് ആക്ട് ചെയ്യും. എനർജി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താകും? സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അത്തരം മെറ്റീരിയൽസിന് നമ്മൾ പറയുന്നതാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ അതിന്റെ കണ്ടക്ടിവിറ്റി അപ്പൊ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റർ. കണ്ടക്ടറിന്റെ ഇൻസുലേറ്ററിന്റെ ഇടയിൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി നമുക്ക് വേരി ചെയ്യാൻ പറ്റും. കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടർ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വേരി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ വേരി ചെയ്യാൻ വേണ്ടി നമുക്ക് ഇംപ്യൂരിറ്റീസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യാം. അങ്ങനെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരുണ്ട്. അതിന് പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംപ്യൂരിറ്റീസിനെ സെമി കണ്ടക്ടറിന്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നു. എന്തിനാണ്? നമുക്ക് അതിന്റെ കണ്ടക്ടിവിറ്റി വേരി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇംപ്യൂരിറ്റീസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത്ര നമുക്കറിയാം. ഇനി നമുക്കറിയാവുന്ന കേസ് നമ്മളിപ്പോൾ ഇംപ്യൂരിറ്റി ഇപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് സിലിക്കൺ, വേറൊന്ന് ജെർമേനിയം, പിന്നെ ഗാലിയം ആർസെനിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കണും ജെർമേനിയവും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ സിലിക്കൺ ആണ് കൂടുതൽ, ജെർമേനിയത്തെക്കാൾ നമ്മൾ കൂടുതൽ സിലിക്കൺ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. ജെർമേനിയത്തെക്കാൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്താണ്? സിലിക്കൺ ആണ്. അപ്പൊ സിലിക്കൺ എന്താണ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മുടെ നേച്ചറിൽ നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് സിലിക്കൺ. ജെർമേനിയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ഇൻ നേച്ചർ ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. അബണ്ടന്റ് ഇൻ നേച്ചർ. ഓക്കെ, പിന്നീട് ഈ സാധനം നമുക്ക് പല ഫോമിലായിരിക്കും കിടക്കുന്നത്. ചിലപ്പോൾ SiO2 അങ്ങനെയല്ല ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും സിലിക്കൺ, പ്യൂർ സിലിക്കൺ ആയിട്ടല്ല ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. പ്യൂരിഫൈ ചെയ്യാൻ ഈ പറഞ്ഞ മെറ്റീരിയൽസിൽ ഏറ്റവും എളുപ്പം സിലിക്കൺ ആണ്. ഈസി പ്യൂരിഫിക്കേഷൻ. ഓക്കെ, ഈവൺ ഹയർ ടെമ്പറേച്ചറിൽ നമുക്ക് ഈ സിലിക്കൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സിലിക്കൺ ക്യാൻ ബി ഓപ്പറേറ്റഡ് അറ്റ് ഹയർ ടെമ്പറേച്ചറിൽ നമുക്ക് സിലിക്കൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ സിലിക്കണിന്റെ ഫാബ്രിക്കേഷൻ വളരെ ഈസിയാണ്. ഓക്കെ, സിലിക്കണിന്റെ ഫാബ്രിക്കേഷൻ വളരെ ഈസിയാണ്. അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ സിലിക്കൺ ആണ് ജെർമേനിയത്തെക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്.
എനർജി ഗ്യാപ്പ് കേട്ടോ. ഓക്കെ, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ്. അതായത് കണ്ടക്ഷൻ ബാൻഡ് ഇവിടെയുണ്ട്, ഇതൊരു കണ്ടക്ഷൻ ബാൻഡ് ആണ്, താഴെ ഒരു വാലൻസ് ബാൻഡ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. എനർജി ഗ്യാപ്പ് EG എന്ന് പറഞ്ഞത് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ. ഈ പോയിന്റിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് മുകളിലേക്ക് എനർജി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബാലൻസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ബാലൻസ് ബാൻഡ് ഇവിടെ നിന്ന് എനർജി കൂടി 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 അതിന്റെ മാക്സിമം എനർജിയിലാണ് ഈ വന്ന് നിൽക്കുന്നത്, ബാലൻസ് ബാൻഡ് വന്ന് നിൽക്കുന്ന പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? മനസ്സിലായില്ലേ? കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും മിനിമം എനർജി ലെവലാണ് ഇതും, ബാലൻസ് ബാൻഡിന്റെ ഏറ്റവും മാക്സിമം എനർജി ലെവലുമാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? EG അല്ലെ. എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? EC മൈനസ് EV എന്ന് എഴുതാം. EC മൈനസ് EV എന്ന് എഴുതാം. എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് EC മൈനസ് EV എന്ന് പറയും. അപ്പോൾ ഇതിൽ EC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും മിനിമം എനർജി, കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും മിനിമം എനർജിയാണ് EC വരുന്നത്. EV എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും മാക്സിമം എനർജിയാണ് വരുന്നത്. കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും മിനിമം എനർജിനെ EC എന്നും വാലൻസ് ബാൻഡിന്റെ ഏറ്റവും മാക്സിമം എനർജിനെ VV എന്ന് നമ്മൾ വിളിച്ചു. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? എനർജി ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ പല മെറ്റീരിയലിനും പലതാണ്. നമ്മുടെ സിലിക്കണിന്റെ കേസ് എടുക്കുമ്പോൾ അതിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.11 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മുടെ സിലിക്കണിന്റെ കേസിൽ വരുന്നത്. ജെർമേനിയത്തിന്റെ കേസിൽ വരുമ്പോൾ അതിന്റെ വരുന്നത് 0.72 ഇലക്ട്രോൺ വോൾട്ട്. 0.72 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. ഗാലിയം ആർസനിക് വരുമ്പോൾ അതിന്റെ 1.43 ഇലക്ട്രോൺ വോൾട്ട് ആണ് വരുന്നത്. ഡയമണ്ടിന്റെ കേസിൽ വരുമ്പോൾ എത്രയാണ്? ഡയമണ്ടിന്റെ കേസിൽ 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇങ്ങനെ പല പല മെറ്റീരിയൽസിന്റെ പല പല എനർജി ഗ്യാപ്പ് ആയിരിക്കും. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് പല പല ലെവലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഓൾസോ നമ്മുടെ ഈ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു, ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് വരുന്നു പറഞ്ഞു. ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ EG എനർജി ഗ്യാപ്പ് എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും കൃത്യം മിഡിലൂടെ പോകുന്ന ഒരു ലൈൻ, മിഡിലൂടെ പോകുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? EG/2 ആയിരിക്കും. ഇവിടെയുള്ള ഡിസ്റ്റൻസോ EG/2. അതായത് കൃത്യം മിഡിലൂടെ, കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും കൃത്യം മിഡിലൂടെ പോകുന്ന ആ ഒരു ലെവലിന്, എനർജി ലെവലിന് നമ്മൾ പറയുന്നതാണ് ഇൻട്രിൻസിക് ലെവൽ. അതിന് പറയുന്ന പേരെന്താണ്? ഇൻട്രിൻസിക് ലെവൽ. അപ്പൊ നമുക്കറിയാം കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, വാലൻസ് ബാൻഡ് ഉണ്ട്. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡിന്റെയും കൃത്യം നടുക്കിലൂടെ പോകുന്ന ആ എനർജി ലെവലിന്റെ, കൃത്യം നടുക്കുള്ള എനർജി ലെവലിനെ നമ്മൾ പറയുന്നതാണ് ഇൻട്രിൻസിക് ലെവൽ. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മള് വാലൻസ് ബാൻഡ് ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അല്ലെ. വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് പോയി, വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺ ആ പൊസിഷൻ നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞ എനർജി ലെവലിലെ ആ എനർജി ലെവലിൽ നമുക്ക് ഒരിക്കലും ഫ്രീ ഇലക്ട്രോണെ കാണാൻ സാധിക്കില്ല. വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അവിടെ നിന്ന് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് എവിടെയായിരിക്കും കാണപ്പെടുക? നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും കാണപ്പെടുക. അപ്പോൾ അങ്ങനെ ഇലക്ട്രോൺ മുകളിലേക്ക് പോയി, ഇവിടെയുള്ള ഇലക്ട്രോൺ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഈ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്ന പേരാണ് ഹോൾസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എനർജി കിട്ടി ഒരു ഇലക്ട്രോൺ പുറത്ത് പോകുന്നിട്ട് അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർ ആണ് ഉണ്ടാകുന്നത്. ഒരു ഇലക്ട്രോൺ മാത്രമല്ല, ഇലക്ട്രോൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ അവിടെ
ഒരു വേക്കൻസി വരും അല്ലെ, അവിടെ ഒരു എനർജി ലെവൽ ഒരു പോസിറ്റീവ് എനർജി, ഇലക്ട്രോനെഗറ്റീവ് അല്ല, അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ആ സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോൾസ് എന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് പറഞ്ഞിട്ട് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാല്, ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും വേറൊന്ന് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും നമുക്ക് പറയാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സെമി കണ്ടക്ടർ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സെമി കണ്ടക്ടർ ഇൻ ഇറ്റ്സ് പ്യൂറസ്റ്റ് ഫോം. പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ അതിന്റെ വാലൻസ് ബാൻഡിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 4 ഇലക്ട്രോൺ ഉണ്ടാവും. വാലൻസ് ബാൻഡിൽ 4 ഇലക്ട്രോൺ ഉണ്ടാവും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. അപ്പൊ ഈ 4 ഇലക്ട്രോൺസ് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ആറ്റോമിക് നമ്പർ നമ്മൾ നോക്കില്ലേ, സിലിക്കണും ജെർമനിയും ഒക്കെ ആറ്റോമിക് നമ്പർ നോക്കണമെന്ന് ചോദിച്ചാൽ നമുക്ക് സിലിക്കന്റെ വാലൻസ് ബാൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ള? 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ജെർമേനിയത്തിന്റെ വാലൻസ് ബാൻഡിൽ എത്ര ഉള്ളത്? 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അവിടെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്ന വെച്ചാല്, ഒരു സിലിക്കൺ അപ്പൊ 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ അതിന് സ്റ്റേബിൾ ആവണമെങ്കിൽ എങ്ങനെ വേണം? വാലൻസ് ബാൻഡിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിലേ അത് സ്റ്റേബിൾ ആവുള്ളൂ. ഇപ്പൊ ഇതിന്റെ വാലൻസ് ബാൻഡ് ഇതാണെന്ന് വെച്ചാല്, അവിടെ സിലിക്കന്റെ വാലൻസ് ബാൻഡിൽ എത്രയുണ്ട്? 4 ഇലക്ട്രോൺസ് ഉള്ളൂ. അപ്പോ സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്യുന്ന വെച്ചാല്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതാണ് സിലിക്കൺ എന്ന് വിചാരിക്കുക. സിലിക്കൺ ഇതിന് ചുറ്റും 4 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ കാണുന്നതാണ് 4 ഇലക്ട്രോൺസ്. 1 2 3 4 ഇലക്ട്രോൺസ് ഉണ്ട്. അല്ലെങ്കിൽ ആ പടം ഞാൻ ഒന്നും കൂടി തിരിച്ചു വരയ്ക്കുകയാണ്. ഒരു സിലിക്കൺ മാത്രം വരയ്ക്കണുള്ളൂ ഞാൻ. സിലിക്കണ് ചുറ്റും 4 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഈ സിലിക്കൺ ഇതിന് ചുറ്റും സിലിക്കൺസ് വന്ന് നിൽക്കും അല്ലെ. ഇതിന് ചുറ്റും സിലിക്കൺസ് വന്നിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിനെല്ലാം പുറത്ത് എന്താണ്? 4 ഇലക്ട്രോൺസ് ഇതിന്റെ എല്ലാത്തിന്റെയും പുറത്ത് നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇത് എന്ത് ചെയ്യും? അടുത്തുള്ള സിലിക്കോണായിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. അതായത് ഈ സിലിക്കന്റെ ഈ ഇലക്ട്രോണും ഈ സിലിക്കന്റെ ഈ ഇലക്ട്രോണും കൂടി ഷെയർ ചെയ്യും. ഇലക്ട്രോൺസിന് ഇങ്ങനെ ഷെയർ ചെയ്യുന്നതിനാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഇലക്ട്രോണും കൂടി ഷെയർ നടക്കും. ഈ ഇലക്ട്രോണും കൂടി ഷെയർ നടക്കും. ഇവിടെ ഇങ്ങനെ ഷെയർ നടക്കും. ഇതേപോലെ തന്നെ ഇതിന്റെ ഇപ്പുറത്തും സിലിക്കൺ ഉണ്ടാവും. അവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. ഇവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. ഇവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. ഇവിടെ കോവാലന്റ് ബോണ്ട് ഉണ്ടാവും. ഇതിന്റെ ഇപ്പുറത്തൊക്കെ ഉള്ള സിലിക്കൺസ് ഇങ്ങനെ നിറഞ്ഞു കിടക്കാണ്. എല്ലാ ഇലക്ട്രോൺസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോവാലന്റ് ബോണ്ടുകൾ ഉണ്ടാക്കിയിട്ടാണ് ഇത് സ്റ്റേബിൾ ആവണം. അപ്പോൾ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് അതിന്റെ പ്യൂറസ്റ്റ് ഫോം എന്ന് വെച്ചാൽ അതിക്ക് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ അതിന്റെ പ്യൂറസ്റ്റ് ഫോമിൽ നിൽക്കുന്ന നമ്മുടെ സെമി കണ്ടക്ടറിന് പറയുന്നതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന്. ഇനി നമുക്ക് അടുത്ത് നോക്കാം എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ആ പറഞ്ഞ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആവാം, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്തത്? ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ എന്താ? ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ആവാം അല്ലെങ്കിൽ പെന്റാവാലന്റ് ആവാം. ട്രൈവാലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വാലൻസ് ബാൻഡിൽ 3 ഇലക്ട്രോൺസേ ഉള്ളൂ. അങ്ങനെയുള്ള മെറ്റീരിയൽ ഇമ്പ്യൂരിറ്റിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ വാലൻസ് ബാൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവാം? 5 ഇലക്ട്രോൺസ് ഉണ്ടാവാം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മളിപ്പോ ആഡ് ചെയ്തതെന്ന് വിചാരിക്കും. നമ്മൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണെന്ന് വിചാരിക്കും. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾ ആണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇതൊക്കെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. പെന്റാവാലന്റിന്റെ നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ വരുന്നത്
ആർസെനിക്കും ഒക്കെ വരുന്നത് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താണ് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ സിലിക്കൺ ആണ് നമ്മൾ എടുത്തത് അല്ലെ, സിലിക്കൺ ആണ് നമ്മുടെ സെമി കണ്ടക്ടർ. ഓക്കെ, അതിന്റെ അടുത്ത് നമ്മൾ എടുക്കുന്ന ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് തൽക്കാലം പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. അത് നമുക്ക് നൈട്രജൻ ആവാം, ഫോസ്ഫറസ് ആവാം, ആർസെനിക് ആവാം. ഞാനിപ്പോ ആർസെനിക് എടുത്തു. ആർസെനിക് എടുക്കുമ്പോൾ അതിന് ചുറ്റും എത്രയുണ്ട്? 5 ഇലക്ട്രോൺ ഉണ്ട്. പിന്നെ അപ്പുറത്തൊക്കെ സിലിക്കൺ തന്നെ. ക്ലിയർ അല്ലേ? ഇതേപോലെയാണ് വന്നത്. അപ്പൊ ഇവിടെ കോവാലന്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ തിയറി അനുസരിച്ച് കോവാലന്റ് ബോണ്ടുകൾ ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോം ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാലും ഇവിടെ എന്താണ്? എക്സസ് ഒരു ഫ്രീ ഇലക്ട്രോൺ വരും. എക്സസ് ആയിട്ടൊരു ഫ്രീ ആയിട്ടുള്ള ഇലക്ട്രോൺ വരും. ഈ ഇലക്ട്രോൺ വന്ന് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു എനർജി ലെവൽ, ഓക്കെ, ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു എനർജി ലെവൽ, ഒരു പ്രത്യേക എനർജി ലെവൽ അത് ക്രിയേറ്റ് ചെയ്യും. ഈ വന്നിക്കണ എക്സസ് ഇലക്ട്രോൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഒരു കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഇവിടെ ഒരു വാലൻസ് ബാൻഡ് ഉണ്ട്. ഓക്കെ, ഇത് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട്, ഇവിടെ വാലൻസ് ബാൻഡ് ഉണ്ട്. അപ്പൊ ഈ വന്ന എക്സസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇത് എന്തായിരുന്നുടാ? ഇത് EC എന്ന് പറഞ്ഞ ലെവലും ഇത് EV എന്ന് പറഞ്ഞ ലെവലും ഇതിന്റെ കൃത്യനടുക്കി കൂടെ EI എന്ന് പറഞ്ഞൊരു ലെവലും വന്നു. അപ്പോൾ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്തോട് ചേർന്ന് വേറൊരു എനർജി ലെവല് ഫോം ചെയ്തിട്ട് ഈ എനർജി ലെവലിലാണ് നമ്മുടെ എക്സസ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത്. എക്സസ് ഇലക്ട്രോൺസ് ആണ് വന്നിരിക്കുന്നത്, ഫ്രീ ഇലക്ട്രോൺസേ അല്ല, എക്സസ് ഇലക്ട്രോൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോ കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോൺസിന് ഒറ്റയടിക്ക് നേരെ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും അല്ലെ? കുറച്ച് എനർജി മതി. ഈ എനർജി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ അടുത്താണ് വന്നേക്കണത്. അപ്പൊ കുറച്ച് എനർജി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഇലക്ട്രോൺസിന് എവിടേക്ക് പോവാം? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാം. അപ്പോൾ ഇത്തരം മെറ്റീരിയൽസിനാണ് നമ്മൾ എൻ ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ഒരു എനർജി ലെവൽ ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ എനർജി ലെവലിനെ നമ്മൾ പറയുന്നതാണ് ഡോണർ ലെവൽ അല്ലെ? ഡോണർ ലെവൽ. ഇവിടുന്ന് ഇലക്ട്രോൺസിനെ നേരെ എന്ത് ചെയ്യുന്നു? കണ്ടക്ഷൻ ബാൻഡിലേക്ക് സുഖമായിട്ട് പെട്ടെന്ന് കണ്ടക്ഷൻ നടക്കുന്ന രീതിയിൽ ഒരു എനർജി ലെവൽ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് ഡോണർ ലെവൽ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്താണെന്ന് പറഞ്ഞോട്ടെ. സെയിം തിയറി ഉപയോഗിച്ച് തന്നെ പറയുന്നത് വെച്ചാൽ നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു നമ്മൾ. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തു. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത്? ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ പോലെ ബോറോണോ അങ്ങനെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം എടുത്ത മെറ്റീരിയൽ ഏതാണ്? നമ്മളിപ്പോൾ എടുത്തത് ബോറോൺ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ബോറോൺ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ചുറ്റും എത്ര ഇലക്ട്രോൺ? 3 ഇലക്ട്രോൺ ഉള്ളൂ. സിലിക്കൺ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഹോൾ, എക്സസ് ഹോള് ആണ് ഇവിടെ ഉണ്ടാവുക. മറ്റേ തിയറി അനുസരിച്ച് നോക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സസ് ഹോൾ ആണ് ഉണ്ടാവുക. എക്സസ് ഹോൾ ഉണ്ടാവുമ്പോൾ ഈ എക്സസ് ഹോള് എന്താണ് ചെയ്യുക? അത് ഇതിലൊരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു വാലൻസ് ബാൻഡ് ആണ്. ഇത് ഇൻട്രിൻസിക് ലെവല് EI, ഇത് EC, ഇത് EV. ഇതാണ് എനർജി ലെവൽ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ആക്സെപ്റ്റർ ലെവലാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ആക്സെപ്റ്റർ ലെവൽ ഹോൾസ് അല്ലേ വന്നിരിക്കുന്നത്. ആ ഹോൾസ് എവിടെയാണ്? ഈ ഒരു എനർജി ലെവല് വാലൻസ് ബാൻഡിന്റെ അടുത്തായിട്ട് ഹോൾസ് ക്രിയേറ്റ് ചെയ്യും. ഒരു എനർജി ലെവൽ അവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ലെവലിനെ നമ്മൾ ഇവിടെ പറയുന്ന പേരെന്താണ്? ആക്സെപ്റ്റർ ലെവൽ. ഓക്കെ, ആക്സെപ്റ്റർ ലെവൽ എന്ന് പറയും. അപ്പോ ചെറിയ തോതിൽ ഒരു എനർജി കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാല് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഈ പറഞ്ഞ എനർജി ലെവലിലേക്ക്, ഇവിടെ ഹോൾസ് ഇല്ലേ, ഹോൾസിന്റെ അടുക്ക് നേരെ ഇവിടുന്ന് നേരെ പോകും. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റി ഏതാണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്തേക്കുന്നത്. എൻ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ
അവിടെ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം.